PM ഷോ ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി +2 റിസൾട്ട് പ്രഖ്യാപന ദിവസം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ പോളിടെക്നിക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തിരിയാമല്ലോ എന്നതടക്കം വിദ്യാർത്ഥികൾ ഏത് വിഷയം പഠിക്കണമെന്നത് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇന്നിപ്പോ MSFും KSUവും അടക്കമുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന ഇടത്തോളം ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലെ നിലപാട്? എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിൽ ഈ വിഷയം സമ്മർദ്ദ രൂപേണ അവതരിപ്പിക്കുക? വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇതിനെ വളരെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലബാറിനോട് മലപ്പുറത്തോടൊക്കെ വലിയ അവഗണന ഇടതുപക്ഷ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേവലം ഒരു പ്രാദേശികവാദമാക്കാനൊക്കെയുള്ള വാക്കുകൾ ആർഷോ പറഞ്ഞു വെച്ചു. ഇതൊരു പ്രാദേശികവാദമാണെന്നൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഇതൊരു പ്രാദേശിക പ്രശ്നമല്ല എന്നാണ് അല്ല, അഭിജിത്ത് ഞാൻ പ്രാദേശികവാദം ഉന്നയിച്ചു എന്ന നിലയിലേക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിനെ തിരുത്തേണ്ടുന്ന അവതാരക തിരുത്താൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ചോദ്യത്തിൽ എല്ലാവരും മറുപടി പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല. നിങ്ങളുടെ അടുത്ത ഊഴത്തിൽ നിങ്ങൾ തിരുത്തട്ടെ എന്നുള്ള നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് സംസാരിച്ചുകൊണ്ട് ആദ്യം ഇടപെട്ട ആവശ്യമായതുകൊണ്ടാണ് ഇത്തവണ അഭിജിത്ത് ഇടപെട്ടപ്പോൾ ഞാൻ തടയാതിരുന്നത്. അത് സമർത്ഥിക്കുന്നത് എനിക്ക് അതിന് യോജിപ്പില്ല. ഞാൻ അതിന് യോജിക്കുന്നു. പ്രാദേശികവാദം എന്ന പ്രാദേശികവാദമാണ് ഉന്നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീ PM അങ്ങ് പറഞ്ഞു ഈ പറയുന്ന +2 ബാച്ചുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം മേഖലയെ ഞാനൊന്ന് പറയട്ടെ ശ്രീ PM അല്ലല്ല, നിങ്ങളുടെ ഇൻട്രോയ്ക്കകത്ത് എന്തായിരുന്നു? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഞാനൊന്ന് പറയട്ടെ മലബാർ മേഖലയെ മാത്രം പിന്നോട്ടടിക്കുന്നു എന്ന ഒരു പ്രചാരണം ഇവർ നടത്തുന്നു എന്ന് ആർഷോ ആരോപിച്ചില്ലേ? മാധുവിന്റെ ഇൻട്രോ എന്തായിരുന്നു? മാധു ആഞ്ജനേയ സ്വാമി എന്തായിരുന്നു സമരത്തിന് മുദ്രാവാക്യം? എന്താ ആർഷോ ചോദിച്ചോ ഇല്ലയോ? ഞാൻ എവിടെയെങ്കിലും വിളിച്ചോ? അല്ല, പ്രാദേശികവാദം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാദേശികവാദം എന്ന് ഞാൻ വിളിച്ചോ? അത് നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ഞാൻ അതിലില്ല. ഒന്ന് പറഞ്ഞോട്ടെ ആർഷോ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഞാൻ പറയുന്നത് അത് വിട്ടുകളയാൻ അങ്ങനെ പറയേണ്ട എങ്കിൽ പറയേണ്ട എന്ന് KM അഭിജിത്ത് പറഞ്ഞു. ഇത് നോക്കൂ, നമ്മൾ ഈ വ്യാകരണ ക്ലാസ് അല്ലല്ലോ നടത്തുന്നത്. ഒന്ന് പറയട്ടെ, പ്രാദേശികവാദം എന്ന അല്ല പറയാൻ സമ്മതിക്കോ? ഒന്ന് പറയാൻ സമ്മതിക്കുമോ? തെറ്റെന്ന് അഭിജിത്ത് പറഞ്ഞല്ലോ. വേണമെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എന്ന്. എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ഞാൻ ആർഷോ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. KM അഭിജിത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. ആദ്യഘട്ടമല്ലേ ഇടപെടണ്ട എന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ഈ മാധ്യമപ്രവർത്തകർ ഇടപെടുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ആദ്യഘട്ടമല്ലേ അവനവന്റെ വാദം പറഞ്ഞു പോകട്ടെ എന്നൊരു ജനാധിപത്യത്തിന്റെ പേരിൽ വിചാരിച്ചു എന്നേ ഉള്ളൂ. ആർഷോ പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല, അഭിജിത്ത് പറഞ്ഞപ്പോഴും ഇടപെട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ഇടപെടാമല്ലോ. ജനാധിപത്യത്തിന്റെ പുറത്ത് തോന്നിവാസം പറഞ്ഞപ്പോ നിങ്ങൾ ഇടപെടാതിരുന്നോണ്ട് ഞാൻ ഇടപെട്ടു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ട. അങ്ങേക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ അങ്ങ് ഇടപെടുക. എനിക്ക് തോന്നിവാസമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാം. നിങ്ങൾക്ക് പല ന്യായീകരണം ഉണ്ടാവും. ഞാൻ എന്റെ ഭാവം പറയട്ടെ. ഒരു മിനിറ്റ് ഒന്ന് ചോദിക്കട്ടെ. കാലത്ത് തന്നെ വെറും വയറ്റിൽ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കരുത്. അങ്ങ് പറഞ്ഞല്ലോ മലബാർ മേഖലയെ +2 ബാച്ചുകളുടെ കാര്യത്തിൽ +2 സീറ്റുകളുടെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്ന നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് കോൺഗ്രസും ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത് എന്ന് അങ്ങ് പറഞ്ഞില്ലേ? പറഞ്ഞോ ഇല്ലയോ? മാധു ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് വളരെ മനോഹരമായി സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് നാട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലാന്ന് വിചാരിക്കരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.